നല്ല ചൂടുള്ള ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളി ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നന്നായി പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന് വീഡിയോയിൽ കാണുന്നത് പോലെ 2 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഈ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എല്ലാ പീസും വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സമയത്തേക്കൊന്ന് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഭാഗം വേവിച്ചെടുക്കണം. 2 മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറക്കുന്നത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതല്ലാതിൻ്റെ തൊലി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവിയോ ചട്ടകോ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ളൊരു സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്ന് എണ്ണ തെളിയണത് വരെ എന്ത് ചെയ്യണം, ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.